ഓട്ടപ്രദക്ഷിണത്തിൽ ഇത് ഞങ്ങൾ എത്തി നിൽക്കുന്നത് ഉടുമ്പൻചോല മണ്ഡലത്തിലാണ്. എക്കാലത്തും ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രമാണ് ഈ മണ്ഡലം, തോട്ടം തൊഴിലാളികളുടെ മേഖല. ഇന്ന് ഇവിടെ ഒരു ഏലത്തോട്ടത്തിലേക്കാണ് ഞങ്ങൾ എത്തുന്നത്. ഞങ്ങൾ എത്തുമ്പോൾ ഇന്നത്തെ ദിവസത്തിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. ഇന്ന് അവരുടെ പുതുക്കിയ ശമ്പളം കയ്യിൽ കിട്ടുന്ന ദിവസം കൂടിയാണ്. അതായത് നമ്മുടെ കഴിഞ്ഞ ബജറ്റിൽ സർക്കാർ പ്രഖ്യാപിച്ച ശമ്പളം ഇന്ന് തൊഴിലാളികളുടെ കൈകളിലേക്ക് എത്തുന്ന ഒരു സന്തോഷ ദിവസം കൂടിയാണ്. അപ്പോൾ ആ ദിവസത്തിൽ നമുക്ക് ഈ തൊഴിലാളികളുടെ വോട്ട് വിശേഷങ്ങൾ ചോദിച്ചറിയാം. ചേച്ചി ജോലി എടുക്കായിരിക്കും അല്ലേ? അതെ. കായുണ്ടോ ഇത്തവണ? ഉണ്ട്. എന്താ പേരെന്താ? നളിനി. നളിനി. ചേച്ചി എത്ര കാലമായി ഇവിടെ തുടങ്ങിയിട്ട് ജോലി എടുക്കാൻ? 15 വർഷം. 15 വർഷം അല്ലേ? ഇപ്പൊ പുതുക്കിയ ശമ്പളമൊക്കെ കയ്യിൽ കിട്ടി നിൽക്കുന്ന ദിവസമാണല്ലോ. എന്താണ് തോന്നുന്നത് ഇലക്ഷനെ കുറിച്ച്? ശ്രദ്ധിക്കാറുണ്ടോ കാര്യം? ഉണ്ട്. സന്തോഷമുണ്ട്. ഇന്ന് ഞങ്ങളുടെ ശമ്പളം കൂടി ഈ മാസം തൊട്ട് ഞങ്ങൾക്ക് 576 രൂപ കൈ കിട്ടും. പണ്ടൊക്കെ ഓർമ്മയുണ്ടോ സമരം ചെയ്തതും ഈ സ്ഥാപനം പൂട്ടിയിട്ടതൊക്കെ? ഉണ്ട്. അന്ന് എന്നിട്ട് കൂടുന്ന എത്ര രൂപയായിരുന്നു? 3 രൂപ. ഇന്ന് ഒരു സമരവും ഇല്ലാതെ 572 എത്തുന്നത്. അതെ. അപ്പോൾ സർക്കാരിനോട് എന്താണ് തോന്നുന്നത്? സർക്കാരിനോട് ഞങ്ങൾക്ക് നല്ല അനുഭവം തോന്നുന്നത്. തുടരുമോ ഈ സർക്കാർ? തുടരും. അതാണ് ആഗ്രഹം. തുടരണം. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് അമ്മ, അച്ഛൻ, പ്രായമായ അമ്മ അച്ഛനോ? അതെ. അവർക്കൊക്കെ പെൻഷനൊക്കെ? പെൻഷനുണ്ട്. അപ്പൊ ഈ മാസം 4000 രൂപ കിട്ടും. ഉണ്ട്. രണ്ടുപേർക്കൂടെ 8000 രൂപ കിട്ടും. വിഷു അടിച്ചു പൊളിക്കണ്ടേ? അടിച്ചു പൊളിക്കണം. പുതുക്കിയ ശമ്പളം, പെൻഷൻ. അപ്പോൾ ഈ കഴിഞ്ഞ 10 വർഷക്കാലവും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കഴിഞ്ഞു പോകാൻ ഉണ്ട്. നല്ലതായിരുന്നു. ഞങ്ങൾക്ക് എല്ലാ ആനുകൂല്യങ്ങളും ഞങ്ങൾക്ക് ലൈഫ് ഇൻഷുറൻസിന്റെ വീടെല്ലാം കിട്ടിയിട്ടുണ്ട്. എന്താണ് നമ്മുടെ മുഖ്യമന്ത്രിയെ, സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രിയെ കുറിച്ച് എന്താ പറയാനുള്ളത്? മുഖ്യമന്ത്രിയെ കുറിച്ച് നല്ല അഭിപ്രായം. ഇനി മുഖ്യമന്ത്രി തന്നെ വരണം. അതാണ് ഞങ്ങളെല്ലാവരും ആഗ്രഹം. എത്ര കാലം ഇവിടെ ജോലിക്ക് തുടങ്ങിയിട്ട്? ഇവിടെ വന്നിട്ട് 15 വർഷമായി. 15 വർഷമായി. ഇന്ന് വലിയ സന്തോഷമാണല്ലേ? അതെ, ഭയങ്കര സന്തോഷമാണ്. ഇന്നത്തെ സന്തോഷത്തിന്റെ കാരണം എന്താ? ശമ്പളം കൂട്ടിയ ഒരു സന്തോഷമുണ്ട് ഞങ്ങൾക്ക്. ഇന്ന് മുതൽ 576 രൂപ അല്ലേ? അതെ. ശമ്പളം വലിയ സന്തോഷമല്ലേ? അതെ. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിലെ 2 പിള്ളേർ, ഭർത്താവ്, അമ്മ പ്രായമായി? അമ്മായിയമ്മ. അമ്മയ്ക്ക് പെൻഷൻ കിട്ടുന്നു? ഉണ്ട്. ഈ മാസം 4000 രൂപ കിട്ടും. വിഷുവിന് കുറച്ച് പൈസ തരാൻ പറയുമോ? പറയാം. പിന്നെ വേറെ എന്തൊക്കെയാണ്? പിന്നെ ഞങ്ങൾക്ക് വീട് അപേക്ഷിച്ചിട്ടുണ്ട്. ലൈഫിലാ? ലൈഫില്ല. വീട് ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. നമുക്കൊരു വീടുണ്ടാവുന്ന പറഞ്ഞ ഏറ്റവും വലിയ കാര്യം. ഭയങ്കര സന്തോഷമാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ പുതിയ ശമ്പളം വന്നു, പെൻഷൻ കിട്ടുന്നുണ്ട്, വീടിന്റെ ലിസ്റ്റിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊക്കെ തരുന്ന നമ്മുടെ സർക്കാരിനോട് എന്താ? ഭയങ്കര സന്തോഷം, അഭിമാനം. ഈ ഉടുമ്പൻചോലയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തമിഴ് വംശജരായ ഒരുപാട് തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഒരിടം കൂടിയാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള പണ്ട് തൊഴിൽ തേടി വന്ന ഒരുപാട് ആളുകൾ ഇന്നിവിടെ സ്ഥിരതാമസമാക്കിയിട്ടുണ്ട്. അതുപോലെ ഒരു ചേട്ടൻ ഇതാ നമ്മളോടൊപ്പം ഉണ്ട്. എന്താ ചേട്ടാ പേര്? നാഗരാജ്. എത്ര കാലമായി കേരളത്തിലേക്ക് വന്നിട്ട്? 25 കൊല്ലം. കേരള ഗവൺമെന്റ് ബെനിഫിറ്റ് സൂപ്പർ ഗവൺമെന്റ്. അതൊന്നും കുഴപ്പമില്ല. കറക്റ്റാണ് സാലറി, കറക്റ്റാണ് ബസ് പോക്കുവരത്ത്, കറക്റ്റാണ് EB, കുടിവെള്ളം, എല്ലാം, റോഡ്, വണ്ടി, മൊത്തം എല്ലാ സൗകര്യം വരും. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കാം, இந்த ഗവൺമെന്റ് ഇവിടെ കണ്ടിന്യൂ பண்ணல? சூப்பரா இருக்கு. இதே கவர்மெண்ட் வேணும். இந்த கவர்மெண்ட் வேணும். இந்த கவர்மெண்ட் தொடரணும். தொடர்ந்தா நல்லா இருக்கும். நாங்கள் உழைக்கிறோம், ஓட்டு போடுறதுக்கு தகுந்த மாதிரி ஊதியம் கொடுக்குது கவர்மெண்ட்டு. எல்லா சலுகையும் கொடுக்குது. இல்லாத மக்களுக்கு, ஏழை மக்களுக்கு எல்லாமே எல்லா சௌகரியமும் பண்ணி கொடுக்குது. அதனால் ஒரு குழப்பமில்லை. ரொம்ப സന്തോഷമാണത്. ഉടുമ്പൻചോലയിലെ തോട്ടം തൊഴിലാളികളുടെ മനസ്സാണ് നമ്മൾ കണ്ടത്. ചെയ്യുന്ന ജോലിക്ക് കൃത്യമായി കൂലി കിട്ടുന്ന ഈ നല്ല കാലം തുടരണമെന്നാണ് അവർ നമ്മളോട് പറയുന്നത്. അപ്പോൾ നമുക്ക് മറ്റൊരിടത്ത് കൂടുതൽ കാഴ്ചകളും വർത്തമാനങ്ങളുമായി വീണ്ടും കാണാം. തൽക്കാലത്തേക്ക് യാത്ര പറയുന്നു.